ശ്രീ ഷാഫി ചാലിയും ഇപ്പോൾ പി വി അൻവർ ശ്രീ ഷാഫി ചാലിയും ഇവിടെ ശ്രീ പി വി അൻവറിന്റെ എന്താണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു വാക്കിനെ ചൊല്ലി അദ്ദേഹത്തിന്റെ നീക്കങ്ങളുടെ ആത്മാർത്ഥത താങ്കൾ സംശയിച്ചാലും ഷാഫി ചാലിയും അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിന്റെ ദേശീയോത്സവം എന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നിനെ ആർക്കോ വേണ്ടി അലമ്പാക്കി 10 വോട്ടിന്റെ വഞ്ചന കാട്ടിയ ഉദ്യോഗസ്ഥരാണ് അജിത് കുമാർ എന്ന് പി വി അൻവർ എം എൽ എ പറയുകയാണ്. അത് നിഷേധിക്കുന്നില്ല, അത് പൂർണ്ണമായി നിഷേധിക്കുന്നില്ല അവിടുത്തെ തോറ്റ LDF സ്ഥാനാർത്ഥി ശ്രീ വി എസ് സുനിൽകുമാർ. ഷാഫി ചാലിയെ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ദുരന്ത ഭൂമിയിൽ അതുവരെ ഇപ്പം നിങ്ങളുടെ വൈറ്റ് ഗാർഡ് അടക്കം ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്ത ആളാണ്. വൈറ്റ് ഗാർഡ് അടക്കം അവിടുത്തെ ഒരുപാട് സന്നദ്ധ സംഘടനകളടക്കം അവിടുത്തെ കള്ളാർ ജുമാ മസ്ജിദിലൊക്കെ വലിയ സെറ്റപ്പിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനെ ഒരു നാൾ പോയി ബലം പ്രയോഗിച്ച് മര്യാദകൾ കാണിച്ച് പൂട്ടി അവിടുത്തെ രക്ഷാപ്രവർത്തകരെ ജനത്തെ സർക്കാരിനെതിരാക്കാൻ നോക്കിയെന്ന് പറയുന്ന ആരാണ്? CPI ജില്ലാ സെക്രട്ടറിയാണ്. ആരോപണങ്ങളൊന്ന് തീരുവോ അൻവർ ബാക്ക് ഓഫ് ചെയ്താലും ഷാഫി ചാലിയും? അല്ല, CPI വളരെ നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആനി രാജ പറഞ്ഞത്? കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണ്. ഇപ്പോൾ ഇതാ നമ്മൾ സുനിൽകുമാറിനെ നമ്മൾ കേട്ട് കഴിഞ്ഞു. വയനാട് CPIയുടെ ജില്ലാ നേതാവിൻ്റെ പരസ്യ പ്രസ്താവനയും നമ്മൾ കേട്ടു. അതായത് വളരെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ഈ ADGP ഇദ്ദേഹത്തിന് ഇടപെടൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂരം ആരംഭിക്കും വരെ അവിടെ LDF UDF പോരാട്ടമായിരുന്നു. പൂരം കഴിഞ്ഞ ഉടനെയാണ് സുരേഷ് ഗോപിക്ക് അവിടെ മേൽക്കൈ വരുന്നത്. ഞാൻ തന്നെ നിങ്ങളുമായുള്ള ചർച്ചയിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ചർച്ചയിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂരിലെ കമ്മീഷണർക്കും തൃശ്ശൂരിലെ മേയർക്കും വളരെ കൃത്യമായ രീതിയിൽ ഈ കേരളത്തിലെ ഉന്നത പോലീസ് സ്ഥാനീയനും ചേർന്നുള്ള ഒരു ഇൻ്റർ കോൺടെസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്ര സംഭവങ്ങളുണ്ടായി. ഇപ്പം കളമശ്ശേരി സ്ഫോടനം ഉണ്ടായി. സ്പോട്ടിൽ MR അജിത് കുമാർ വരുന്നു. അദ്ദേഹം ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താ? ഇത് സംബന്ധമായി വിദ്വേഷ പ്രചരണം ആരെങ്കിലും നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അത് നിങ്ങളെ ചാനലിൽ കാണിച്ച് അവിടുന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ മറുനാടൻ ഷാജൻ സ്കറിയ വരുന്നു. ഇതിൻ്റെ പിന്നിൽ ഹമാസാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, സ്വരാജാണ് ഇതിൻ്റെ പിന്നിൽ. എത്ര ഒന്നൊന്നല്ല, ഒരുപാട് ഇവരുടെ ഈ കർമ്മ ന്യൂസ് ഇങ്ങനെ കുറേ ഛർദ്ദിച്ചു കൊണ്ടിരിക്കണേ. എത്ര പരസ്യമായി വിദേശ പ്രചരണം നടത്തി. ഒരു കേസ് എടുത്തിട്ടുണ്ടോ കഴിഞ്ഞ 3.5 കൊല്ലത്തിൻ്റെ ഇടയിൽ? എടുത്തു നോക്ക് നിങ്ങൾ. എന്തെല്ലാം അപകീർത്തി വരെ. തൃശ്ശൂരിൽ ഒരു ജാമിത എന്ന ഒരു സ്ത്രീ ഒരു ഹിന്ദു സമ്മേളനത്തിൽ വന്നിട്ട് 1.5 മണിക്കൂർ നേരം പ്രവാചകനെതിരെ തോന്നിവാസം തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞു. 3 മിനിറ്റ് നേരം ഒരു ചെറു പരാമർശം നടത്തിയതിനാണ് നുബൽ ശർമ്മയ്ക്കെതിരെ സുപ്രീം കോടതി രാജ്യവ്യാപകമായി കേസെടുക്കാൻ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്തു? ഒക്കെ എന്താ? ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ആള് അനങ്ങുന്നില്ല. അതേപോലെ എലത്തൂർ ട്രെയിനിലുണ്ടായ സ്ഫോടനം, ആ സ്ഫോടനത്തിനും അദ്ദേഹം വന്നിറങ്ങി. വത്സൻ തില്ലങ്കേരി അവിടെ, നിങ്ങളിപ്പോൾ പൂരത്തിന് വത്സൻ തില്ലങ്കേരി വന്ന കഥ പറഞ്ഞല്ലോ. പൂരത്തിനും വന്നു, ശബരിമലയിൽ വന്നു, പിന്നെ ഇറങ്ങിയത് എവിടെയാണ്? ഇവിടെ എലത്തൂരിൽ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവൻ വരുന്ന സ്ഥലം, ഈ കിട്ടിയ പ്രതിയുടെ സ്ഥലം ഷഹീൻ ബാഗാണ്, ഭീകരവാദികളെ അടവിച്ച് വിരിയിപ്പിക്കുന്ന ഭീകരവാദത്തിൻ്റെ ഹാച്ചറിയാണെന്ന് പറഞ്ഞു. തൊട്ടുപിറകെ വാർത്താ സമ്മേളനം നടത്താൻ അജിത് കുമാർ വന്നു. എന്താ അയാൾ പറയുന്നത്? ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ ഭീകര സ്വഭാവം, പ്രതിയുടെ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം? അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, ഈ അജിത് കുമാറിന് നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന സുജിത് ദാസിന് നേരെ ഇവിടുത്തെ BJP-ക്കാർ ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞണം? ഒന്നും പറയില്ല. ഇതൊക്കെ വലിയ ഡീലാണ്. ഇവിടെ നമുക്ക് മെഹറിനെ ആരാ ഡൊണേറ്റ് ചെയ്തത്? നമുക്കറിയല്ലോ. അതേ ഡൊണേഷൻ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഇത്ര ഗുരുതരമായ ആക്ഷേപം വന്നാൽ ഉടൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് വരും നിമിഷങ്ങൾക്കുള്ളിൽ. ഇത് ചെറിയ വിഷയമല്ല. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. എന്താ അതിന് കാരണം? ഇവിടുത്തെ ഡീലുകളാണ്. ഇവരൊന്നും ഒരു മുഖ്യമന്ത്രിക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, തൻ്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ളൂ മുഖ്യമന്ത്രിക്ക്, ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ ആൾ. അയാളിപ്പം അജിത് കുമാർ ഒന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ സുജിത് ദാസിൻ്റെ
വോയിസ് മലയാളക്കാരെ മൊത്തം കേട്ടു. എന്നിട്ട് പ്രസംഗം ഒരു 5 മിനിറ്റ് നീണ്ടുപോയതിന് ആ ശൈലജ ടീച്ചറെ സ്റ്റേജിൽ വെച്ച് ചീത്ത പറഞ്ഞ മുഖ്യമന്ത്രി ഈ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഈ സുജിത് ദാസിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? മാത്രമല്ല മുഖ്യമന്ത്രിയെക്കുറിച്ച് പോലും അൻവർ പറഞ്ഞില്ലേ? 29 വകുപ്പുമായിട്ട് ആ മനുഷ്യൻ നടക്കണം. 4 ചായപ്പീടിയ പോലും ഒരുത്തിന് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത കാലത്ത് ഈ 29 എണ്ണം വെച്ച് കുത്തിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? എമ്മാതിരി പുച്ഛമാണ്, എമ്മാതിരി പരിഹാസമാണ്. ഇതിന് എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കേരളം ഒരു പോലീസ് ബ്രൂട്ടാലിറ്റി സ്റ്റേറ്റായി മാറുകയാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റായ നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുകയാണ്. ഇനി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു MLA എന്ന് പറയുകയാണ് എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, എനിക്ക് ഇവിടുത്തെ പോലീസിന് വിശ്വാസമില്ല, അതുകൊണ്ട് എനിക്കൊരു തോക്ക് വാങ്ങണം. ഗൺ ലൈസൻസിന് വേണ്ടി കലക്ടറേറ്റിൽ ഒരു MLA വരികയാണ്. ഒരു MLAക്ക് പോലും ഒരു ഗണ്ണ് വാങ്ങാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് വിളിച്ചു വരുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? ആ മാമിയുടെ തിരോധാനം കൊന്നതായിരിക്കും അയാളെ എന്ന് അൻവർ പറഞ്ഞത്. എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? ചെറിയ വിഷയങ്ങളാണോ ഇതൊക്കെ? സുജിത് ദാസ് ഇടപെടണ കേസിൽ 40 ലക്ഷം രൂപ തന്നാൽ പരാതി പിൻവലിക്കുമെന്നാണ് ആ കുടുംബത്തോട് പോയി ചോദിച്ചത്. പരസ്യമായി ആ കുടുംബം വന്ന് പറഞ്ഞിരിക്കുക. സകലമാന കേസുകളും. അപ്പൊ ചെറിയ വിഷയമാണത്. ഇത് വളരെ പ്രധാനം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ദേവൻ രാമേന്ദ്രന്റെ ഒക്കെ ബെഞ്ചാണെന്നുണ്ടെങ്കിൽ ഇത് കേസെടുക്കേണ്ട സമയം കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ PV അൻവർ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പറയുന്ന ആളെന്ന് കരുതണ്ട. PV അൻവർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കാണുന്ന ശക്തനായ CPM അംഗമല്ലെങ്കിൽ കൂടിയും CPM കരുത്തുറ്റ MLA ആണ്. PV അൻവർ പറയുന്നു ഈ നാട്ടിലെ പോലീസിലെ രണ്ടാമൻ ദാവൂദ് ഇബ്രാഹിമിനെ തോൽപ്പിക്കുന്ന ആളാണ്. ഞാനും ഈ പാലിരിക്കുന്നവരൊക്കെ നികുതി പണം അടയ്ക്കുന്നതിന് ഒരാവശ്യം എന്താണ്? നമുക്ക് ഈ നാട്ടിൽ സുരക്ഷ വേണമെന്നുള്ളതാണ്. നമ്മുടെ സുരക്ഷ ഈ പറയുന്ന PV അൻവറിന്റെ ഭാഷയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് നാടാണ് സർ?